സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയ പരമ്പരയിൽ നമ്മൾ കണ്ടത് വിരാട് പുരുഷ സ്വരൂപത്തിൻ്റെ വർണ്ണനയാണ്. അപ്പം അതിൽ പാതാളം എന്ന് പറയുന്നത് ഉള്ളങ്കാലടിയും അതുപോലെ തന്നെ മുകളിലുള്ള കാൽ പുറവടി രസാതലവും, രണ്ട് കാൽ ജംഘ അതായത് ഞെരിയാണി ഗുൽഫദ്വയം മഹാതലവുമാണ് ഞെരിയാണി എന്നും പറഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ കണങ്കാലുകൾ തലാതലമാണ്, മുട്ടുകൾ സുതലമാണ്, രണ്ട് തൊട അതലവും വിതലവും ആണെന്ന് പറഞ്ഞു. ഇത്രയുമാണ് അധോലോകങ്ങൾ. അരക്കെട്ടാവട്ടെ ഭൂമിയും നാഭി ആകാശവും മാറിടം സ്വർഗം അതായത് ഇന്ദ്രനിലയവും ആണ് എന്നാണ് പറഞ്ഞു വെച്ചത്. ഇനി തുടർന്നുള്ള വർണ്ണനയാണ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഗ്രീവാമകസ്തവ മുഖഞ്ച ജനർത്തപത്തോ ബാലം ചിരത്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതഹിരപ്പന്യർ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. നിന്തിരുവടിയുടെ കഴുത്ത്, തവ ഗ്രീവൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ്. നിന്തിരുവടിയുടെ കഴുത്ത് മഹർലോകവും ഒക്കെ മുകളിലേക്കുള്ള ലോകമാണ് ഇനി പറയാൻ പോണത്. മഹർലോകവും മഹസ്തവ അവിടെ ചുരുക്കിയിട്ടാണ് മഹ എന്ന് പറഞ്ഞിരിക്കണം. മഹ മീൻസ് മഹർലോകം. മഹാ പ്ലസ് ലോകം ചേരുമ്പോൾ സംസ്കൃതത്തിൽ ഇയർ വരും സന്ധിയിൽ. മഹർലോകം, മഹ പ്ലസ് ലോകമാണ് മഹർലോകം എന്ന് പറയുന്നത്. കഴുത്ത് മഹർലോകം ആകുന്നു. മുഖം ച ജനലോകസ്തു, മുഖമാകട്ടെ ജനർലോകം. അപ്പോൾ ജന മഹ എന്നൊക്കെ പറഞ്ഞാൽ മഹർലോകം ജനർലോകം, ലോകം എന്ന് ആവർത്തിച്ചിട്ടില്ല. ആവർത്തനം വേണ്ടാച്ച ഒഴിവാക്കി എന്നതിലൂടെയൊക്കെ ലോകമാണ്. ജന മീൻസ് ജനർലോകം, മഹ മീൻസ് മഹർലോകം. ചുരുക്കം പറയാറുണ്ടല്ലോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. മഹലോകം ഗ്രീവ മഹസ്തു മുഖഞ്ച ജനഹ. ജനർലോകം എന്ന് പറയുന്നതാണ് മുഖം. ഇനി ജനസ്തപസ്തു ബാലം. ഇവിടെ പറയുകയാണ് ജനം ലോകം നെറ്റിത്തടമാണ്. ബാലം നെറ്റിത്തടം. ബാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. അതെന്താണ്? ജനർലോകം. അപ്പോൾ തപോലോകമാണ്. ജനർലോകം നെറ്റിത്തടമാണ്. തപോലോകം ശിരസ് ആണെന്ന് പറയുകയാണ്. നെറ്റിത്തടം തപോലോകവും മുഖം ച ജനസ്തപസ്തു. മുഖം എന്ന് പറയുന്നത് ജനർലോകം. അതുപോലെ തന്നെ സർവ ശിരസ് സത്യലോകവും ആണ്. ശിരസ്തവ സമസ്തമയസ്യ സത്യം. സത്യലോകം ബ്രഹ്മാവിൻ്റെ ലോകം ആകുന്നു. അപ്പം കഴുത്ത് മഹർലോകം. അതേപോലെ തന്നെ ജനർലോകം നെറ്റിത്തടമാണ്. തപോലോകം സത്യലോകം ശിരസ് സത്യലോകവും ആകുന്നു. നെറ്റിത്തടം തവർലോകവും ആകുന്നു. ഇവിടെ ഗ്രീവ എന്ന് പറഞ്ഞാൽ കഴുത്താണ്. കഴുത്ത് മഹർലോകവും മുഖം എന്ന് പറഞ്ഞാൽ ജനർലോകവും.
മുഖം എന്ന് പറഞ്ഞാൽ മഹർലോകം, ഇന്ദ്രിയുടെ കഴുത്ത് മഹർലോകവും മുഖം ജനർലോകവും ആണ്. മുഖം ച ജനർ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. മുഖം ച ജനഹ, ജന മീൻസ് ജനർലോകം എന്നർത്ഥം. തപസ്തു ബാലം, തപർ ലോകമാണ് ബാലലോകം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് കുറിച്ചെടുക്കുക. ഒറ്റ പ്രാവശ്യം പിന്നെ പറയേണ്ടിയുള്ളൂ, കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ അങ്ങനെയാണ് നമുക്ക് ഓർക്കാനൊക്കെ, പിന്നേക്ക് ഓർക്കാൻ പറ്റൂ. ആളോ വളരെ എളുപ്പമാണ്. ഇനി ഒരു പ്രയാസമില്ല, പേന വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കഴുത്താവട്ടെ മഹർലോകം, മുഖം ആവട്ടെ ജനർലോകം, തപോലോകമാകട്ടെ നെറ്റിത്തടം ആയിരിക്കുന്നു. ശിരസ് സത്യലോകം, ശിരസ്തവ സമസ്തമയസ്യ സത്യം. ശിരസ്തവതമയസ്യ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും സർവസ്വരൂപനായ അവിടുത്തെ, ഉത്കൃഷ്ടമായിട്ടുള്ള അവിടുത്തെ, ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഒരു വിശേഷണം ചേർത്തു ഭഗവാനെന്ന് മാത്രം, സമസ്തമയസ്യാണ്. അപ്പം ശിരസ് ആവട്ടെ സത്യലോകമാണ്. തവ ശിരഹ സത്യലോക, ലോക എന്നുണ്ട് അവിടെ, സത്യം എന്ന് പറഞ്ഞാൽ സത്യലോകം എന്നർത്ഥം. കഴുത്ത് മഹർലോകവും മുഖം ജനർലോകവും. ജനതപസ്തൂത് രണ്ടെണ്ണം ഉണ്ട് അവിടെ, ജനർലോകം തപർലോകം. ഒന്ന് മുഖത്തിനോട് ചേർക്കേണ്ടതാണ് ജനഹ എന്നുള്ളത്, തപസ്തു എന്നുള്ളത് ഇങ്ങോട്ട് ചേർക്കേണ്ടതാണ് ബാലം എന്നുള്ളത്. ജനതപസ്തു ശ്ലോകം വൃത്തത്തിൽ എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരു ലോകത്തിൻ്റെ പേര് പറഞ്ഞ് അടുത്ത ഭഗവാന്റെ അവയവം എന്ന ക്രമം കൃത്യമായി പാലിച്ചിട്ടില്ല. എപ്പോഴും ആദ്യം ലോകം പിന്നെ അവയവം എന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടും. തിരിച്ചിടുന്നതെന്ന് വെച്ചാൽ ശ്ലോകത്തിൻ്റെ അക്ഷരങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് ഒരൊറ്റ ഓർഡറല്ല പാലിച്ചിരിക്കണമെന്നർത്ഥം. അപ്പം അത് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അറിയുന്ന വേണം. ജനസ്തപസ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കേണ്ടത് നമുക്കറിയണം. ജനർലോകം മുഖത്തോടു കൂടിയിട്ടാണ് എടുക്കേണ്ടത്. മുഖച്ച ജനഹ, ജനർലോകമാണ് മുഖം. തപസ്തു ബാലം, അത് അങ്ങോട്ട് അടുത്തത്. തപസ്തു ബാലം എന്ന് മുമ്പിലേക്ക് അടുത്തത്, ജനസ്തു മുഖം എന്ന് പിന്നിലേക്ക് അടുത്തത്. അങ്ങനെയൊക്കെ വരും. അപ്പം തപസ്തു ബാലം, തപർലോകം നെറ്റിത്തടം, തപോലോകം നെറ്റിത്തടം, ജനർലോകം മുഖം. ഇനിയോ ശിരസ്തവ സമസ്തമയസ്യ സത്യം, ശിരഹ സത്യ എന്നേ വേണ്ടു. അപ്പോൾ എരി ശരിയാവുണ്ട്, അതിനുവേണ്ടി സമസ്തമയസ്യ എന്നൊരു വിശേഷണം ചേർത്തു. സർവലോകസ്വരൂപനായ ഭഗവാനെ, ഇതിനോട് അത്യാവശ്യമില്ല ആ സംബോധന, പക്ഷെ അത് ശ്ലോകത്തിന് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശരിക്കും എന്തേ വേണ്ടു? ശിരഹ സത്യ, അത്രേ വേണ്ടു. ശിരോലോകം സത്യലോകമാണ്, അത്രേ വേണ്ടു. അക്ഷരം തയ്ക്കാൻ സമസ്തമയസ്യ സത്യം എന്ന് ചേർത്തു. ഇപ്പം കഴുത്താവട്ടെ മകർലോകം, മുഖമാകട്ടെ ജനർലോകം, നെറ്റിയാവട്ടെ തപോർലോകം, ശിരസ്സാവട്ടെ സത്യലോകം. ഈ ഏവം ജഗന്മയതനോ ജഗതാശിതേര്യപ്പന്നേർ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ആ രണ്ടക്ഷരത്തിൽ ലോകങ്ങളൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ലോകസ്വരൂപനായ ഭഗവാനെ ജഗന്മയതനോ, താൻ ഈ ലോകമയനായി തൻ്റെ ശരീരം തന്നെ ലോകങ്ങളായി തീർന്ന സർവേശ്വര, ജഗദാശിതൈരപ്പെന്നെ നിബദ്ധപുഷേ, മറ്റു പല ലോകങ്ങളിലത്തെ കാര്യങ്ങളും അങ്ങയുടെ അവയവങ്ങളാണ്. അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. വേറെയും ഈ ലോകത്തിലത്തെ സംഗതികളും മറ്റും ലോകങ്ങൾ ആയിത്തീർന്ന ഭഗവൻ നമസ്തേ. അത് അടുത്ത ശ്ലോകത്തിൽ ഇനി എന്തൊക്കെയാന്നുള്ളത് പറയണ്ട, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു തോറും നമുക്കിവിടെ നമസ്കരിച്ചപ്പോൾ ഇല്ല, കഴിഞ്ഞിട്ടില്ല. അത് ഗ്യാപ്പ് എടുത്തു, ബാക്കി അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. ഇപ്പോൾ കഴുത്താവട്ടെ മകർലോകം, മുഖമാകട്ടെ ജനർലോകം, നെറ്റിയാണ് തപോലോകം, ശിരസ്സാണ് സത്യലോകം. സത്യലോകം ബ്രഹ്മാവിൻ്റെ ലോകം. പ്രകാരം ലോകത്തെ ആശ്രയിച്ചതായ അല്ലെങ്കിൽ ആയിത്തീർന്നതായ പല ശരീരങ്ങളോടും കൂടിയ ഭഗവാനെ
അങ്ങേക്ക് നമസ്കാരം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയണു, ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദാംസി കേശവകനാത്തവ കേശപാശ ഉല്ലാസി ചില്ലിയുകളം ദൃഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസോ സവിതാച നേത്രേ. എല്ലാറ്റിനും കാരണക്കാരനായ ഭഗവാനെ വിശ്വസ്കന്ധ ഈശ്വര, വിശ്വഗന്ധ ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് പറയണം. സുഷുമ്നാനാഡി ആണ് വേദങ്ങൾ എന്ന് പറയണം. ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ഛന്ദാംസി. ശരിക്കും ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ ഈ തലയുടെ മോൾഭാഗത്തുള്ള യോഗികൾ മോക്ഷം പ്രാപിക്കാൻ വേണ്ടി ഏത് ഭാഗം പിളരുന്നുവോ അതിനകത്ത് ജീവൻ പോയാൽ അങ്ങനെ ബ്രഹ്മരന്ധ്രം എന്ന് പറയാം. ഇവിടെ സുഷുമ്നാനാഡി എന്ന് വ്യാഖ്യാനത്തിൽ കാണാനുണ്ട്. ചിലപ്പോൾ അങ്ങനെയും പറയുമോ നിശ്ചയില്ല. ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ രാസ്നാദിപ്പൊടി തിരുമ്പണ സ്ഥലം എന്നാണ് പറയുക. ഗുരുനാഥന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു തരിക. രാസ്നാദിപ്പൊടി തിരുമ്പണ സ്ഥലം ഏതോ അതിനെയാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുക. തലയില്ല, തല മൊത്തം വരില്ല. അതിനത്ര പിളർന്ന് ജീവൻ പോവുക മോക്ഷം കിട്ടുകയാണെങ്കിൽ. അങ്ങനെ മോക്ഷം കിട്ടിയവരൊക്കെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ശങ്കരാചാര്യർ അങ്ങനെ മോക്ഷം നേടിയ ആളാണ്. ശരാർത്ഥ ഒരു സമാധിയാണ്. സമാധി വിവാദമായ കാലമാണല്ലോ, അപ്പം അതിലൊന്നും വിവാദിക്കുകയല്ല. ശരിയായ സമാധിയായ ഒരാൾ അടുത്ത കാലത്ത് ശങ്കരാചാര്യരേ ഉള്ളൂ എന്നാണ് അറിവുള്ളവർ പറഞ്ഞു. ഒറ്റൊക്കെ സമാധി എന്ന് പറയും. അത് തെറ്റൊന്നുമില്ല. അപ്പോൾ ഒരാൾ മരിച്ചു സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല. ഒരു സമാധി ആവണമെന്നില്ല, അതൊരു ഭാഷ ഇത്രയേ ഉള്ളൂ. എന്തായാലും ആ സ്ഥാനത്തിനാണ് എന്ത് പറയുക, ബ്രഹ്മരന്ധ്രം. ചില ആൾക്കാർ തീപ്പെട്ടു എന്ന് പറയും, ചില ആൾക്കാർ നാട് നീങ്ങി എന്ന് പറയും. ഒരു സമാധിയായി എന്ന് പറയുന്നൊരു തെറ്റൊന്നുമില്ല. മരണത്തിൻ്റെ വേറൊരു ഭാഷ ആയിട്ട് ഇപ്പോൾ അത് മാറിയിരിക്കണം. ശരിക്കും അതിൻ്റെ അർത്ഥം ബ്രഹ്മരന്ധ്രം പിളർന്നിട്ട് ജീവൻ പോകണം. യഥാർത്ഥ അർത്ഥം അങ്ങനെയാണ്. എല്ലാ യഥാർത്ഥം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പറയുക, അല്ലാണ്ടെയും പറയാനില്ലേ. അപ്പം അതുപോലെ സമാധി എന്ന് പറഞ്ഞാൽ മഹാപരാധമൊന്നുമല്ല. ഒരാൾ സമാധി അല്ലാണ്ട് സമാധിയായി എന്ന് പറഞ്ഞാൽ അത് അപരാധമൊന്നുമല്ല. മരിച്ചു എന്നങ്ങോട്ട് പറയാൻ മടിക്കൊണ്ടാണ് അങ്ങനെ പറയണത്. സന്യാസിമാരൊക്കെ സമാധിയായി എന്നേ പറയൂ, അല്ലേ? അങ്ങനെ പറയുള്ളൂ. എല്ലാവരും സമാധി ആയിക്കൊള്ളുന്നൊന്നുമില്ല. അത് പറയരുത് എന്നാണ്. സമാധി അല്ലെങ്കിൽ പറയരുത്. ഇന്ന സ്വാമി സമാധിയായി. അപ്പം ബ്രഹ്മരന്ധ്രം പിളർന്നു പോകുമ്പോൾ സമാധി, ആ സ്ഥാനത്തിനാണ് ബ്രഹ്മരന്ധ്രം. അത് വേദങ്ങളാണ്. ലോകത്തിലെ വേദങ്ങൾ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രം ആകുന്നു. വിശ്വഗന്ധ എന്ന് സംബോധന. എല്ലാറ്റിനും കാരണക്കാരനായ ഭഗവാനെ എന്നാണ് വിശ്വഗന്ധ. ഘനാഹ തവ കേശപാശ. കേശപാശം നമുക്കറിയാം, തലമുടി. ആ തലമുടിയാവട്ടെ ഘനാഹ മേഘങ്ങൾ. ലോകത്തിലെ മേഘങ്ങൾ ഭഗവാന്റെ തലമുടിയുടെ സ്ഥാനമാണ് ഉൾക്കൊള്ളുന്നത്, തലമുടിയായിട്ടാണ് വർത്തിക്കുന്നത്. ഇനിയോ ഉല്ലാസി ചില്ലിയുകളം, 2 പുരികക്കൊടികൾ. അവ ദൃഹിണസ്യഗേഹം, ബ്രഹ്മലോകമാണ്, ബ്രഹ്മാവിൻ്റെ ലോകമാണ്. പുരികക്കൊടികൾ, ചില്ലിയുകളം. ചില്ലി എന്ന് പറഞ്ഞാൽ ഓരോ ഭാഷയിലും ഓരോ അർത്ഥം അല്ലേ. ചിക്കൻ ചില്ലിയും ആ ചില്ലി ഈ ചില്ലിയൊക്കെ ആകുമ്പോൾ മുളക് എന്നർത്ഥത്തിലാണ് ചില്ലി ഇംഗ്ലീഷിൽ പ്രയോഗിക്കുക. സംസ്കൃതത്തിൽ അത് പുരികക്കൊടിയാണ്, ചില്ലിയുകളം. ചില്ലിയുകളം ബ്രഹ്മലോകവും. പക്ഷ്മാണി രാത്രി ദിവസവും. പക്ഷ്മാണി കണ്ണിൻ്റെ പോളകൾ, കൺപോളകൾ. ആ കൺപോളകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണ് ലോകത്തിൽ ദിനരാത്രങ്ങളായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും കൽപ്പിക്കാമല്ലോ, വല്ലാന്ന് പറയാനാരാ. ഭഗവാന്റെ കണ്ണടയ്ക്കലും തുറക്കലുമാണ് ദിനരാത്രങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. സവിതാച നേത്രേ, കണ്ണാവട്ടെ സൂര്യനും ആകുന്നു. ഈ ശ്ലോകത്തിലപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ബ്രഹ്മരന്ധ്രം സുഷുമ്നാനാഡി എന്ന് പറഞ്ഞിരിക്കുന്നു. വേദങ്ങൾ, ഛന്ദാംസി. ഇവിടെ വേദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഛന്ദാംസി വേദങ്ങളെന്ന് എടുത്താൽ മതി. ഘനാഹ മേഘങ്ങൾ, തലമുടിയാണ് 2. ചില്ലിയുകളം ബ്രഹ്മലോകം, പുരികക്കൊടി ബ്രഹ്മലോകം 3.
കൺപോളകൾ അടയ്ക്കും തുറക്കും ചെയ്യുമ്പോൾ ദിനരാത്രങ്ങൾ 4. സവിതാച നേത്രേ. സവിത എന്ന് പറഞ്ഞാൽ സൂര്യൻ. അത് നമ്മൾ പെൺകുട്ടികൾക്ക് പേരിടുന്നുണ്ട് സവിത. എനിക്ക് തെറ്റാണ്. സൂര്യനെ നമ്മൾ ആൺവർഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. എവിടെയും സൂര്യൻ്റെ പ്രോനൗൺ അവൾ എന്ന് പറയാറില്ല. ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കുട്ടികൾക്ക് സവിത എന്ന് പേരിടും. എന്താ പേര് കവിത, എന്താ പേര് സവിത. കവിത പോട്ടെ, സവിത എന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ട്. കാരണം മലയാളത്തിൽ 3 അക്ഷരം ചേർക്ക് വേണ്ടു വെച്ചാൽ കുഴപ്പമില്ല. സംസ്കൃതത്തിലത്തെ സവിത എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥമാണ്. അതാണ് ഈ പേരിടുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കിയിടണം എന്ന് പറയുന്നത്. സവിത എന്ന് പെണ്ണുങ്ങൾക്ക് പേരിടാൻ പാടില്ല. അത് ആൺ പുല്ലിംഗാണ് സംസ്കൃതത്തിൽ. സൂര്യൻ എന്നാണ്. സവിതാവ് എന്ന് പറയും, ചിലപ്പോൾ സവിതാവ് എന്ന് പറയും, ചിലപ്പോൾ സവിത എന്ന് പറയും. നേത്രേ. 4 കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. 1 ബ്രഹ്മരന്ധ്രം, മുകളിലുള്ളതായി പിളർന്ന് മോക്ഷം പോകുന്ന ആ കുട്ടിയാവുമ്പോൾ അവിടെ തൊട്ടാൽ കുട്ടി മരിക്കുന്ന പറയുക. അമർത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇല്ലേ, ചെറിയ കുട്ടികളുടെ ഇവിടെ ഒരു ബ്രഹ്മരന്ധ്രം ഉണ്ട്. വലുതായ അത് ബലം വയ്ക്കും. ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ അമർത്തിയ കുട്ടി മരണം വരെ സംഭവിക്കുന്ന പറയാം. അവിടെ തലയിൽ അമർത്താൻ പാടില്ല. അപ്പം അങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ബയോളജിക്കലി ഇറ്റ് ഈസ് ട്രൂ. സങ്കല്പം വിശ്വാസമൊന്നും അല്ലത്. ചെറിയ കുട്ടികളുടെ മണ്ടയിൽ അമർത്തിയും ആരും പറഞ്ഞു കൊടുക്കണ്ട. ദേഷ്യമുള്ള കുട്ടിയുടെ കഥ കഴിക്കാനേ. ബ്രഹ്മരന്ധ്രം ശിരസിലുണ്ട്, അവിടെ ഉണ്ട്. 2 പറഞ്ഞു തലമുടികൾ, തലമുടി. 3 പുരികക്കൊടി, ചില്ലിയുഗം. 4 കണ്ണടയ്ക്കും തുറക്കും ചെയ്യണ ഏർപ്പാട്, കൺപോളകൾ. 5 സൂര്യൻ. കണ്ണ്. ഇത്രയും ഭാഗങ്ങളെയാണ് പറഞ്ഞത്. ബ്രഹ്മരന്ധ്രം, തലമുടി, പുരികക്കൊടി, കൺപോളകൾ, കണ്ണ്. ബോളകൾ വേറെ, ബോളകൾ എന്ന് പറഞ്ഞാൽ പോളകളാണ്. മറ്റേ നേത്രഗോളത്തിനെയാണ് കണ്ണ് എന്ന് പറഞ്ഞത്. നേത്രഗോളം. 5 കാര്യം പറഞ്ഞു. തലമുടി, പുരികക്കൊടി, കൺപോളകൾ, കണ്ണ്, നേത്രഗോളങ്ങൾ. 5 ഓരോന്ന് പറയണം. ബ്രഹ്മരന്ധ്രം ആയിട്ട് പറഞ്ഞത് വേദങ്ങൾ. വേദങ്ങൾ എന്നുള്ളതിനെ വാക്ക് ഛന്ദാംസി. ബ്രഹ്മരന്ധ്രം ഛന്ദാംസി. കേശവ. കേശപാശ ഖനാഹ. കേശപാശം തലമുടി. ഖനം മേഘങ്ങൾ. ഖനം എന്ന് പറഞ്ഞാൽ മേഘങ്ങളാണ്. 3 പുരികക്കൊടി, ചില്ലിയുഗളം. ദ്രുഹിണസ്യ ഗേഹം, ബ്രഹ്മലോകം. ദ്രുഹിണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ദ്രുഹിണൻ ബ്രഹ്മാവ്. ദ്രുഹിണസ്യ ഗേഹം, ബ്രഹ്മലോകം. പക്ഷ്മാണി, കൺപോളകൾ. പോളകൾക്കാണ് പക്ഷമം എന്ന് പറയുക. അത് രാത്രി ദിവസവും. രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി ദിവസവും എന്ന് പറഞ്ഞാൽ പകലാണ്. പൊതുവേ ദിവസവും ദിനരാത്രങ്ങൾ എന്ന് പറയും. ദിനം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലും പറയും ഇല്ലേ. ഒരു ദിനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ രാവും പകലും പെടും. അപ്പം രാവിനും പകലിനും പൊതുവേ പറയുന്ന പേര് ദിനം. എന്നാൽ പകലിന് മാത്രവും ദിവസം എന്ന് പറയും. പകലിന് രാത്രി ചേർത്ത് പറയുമ്പോൾ ദിവസം എന്ന് പറഞ്ഞാൽ പകലാണ്. അല്ലാതെ പറഞ്ഞാൽ ദിവസം എന്ന് പറഞ്ഞാൽ രാവും പകലും അടങ്ങുന്ന ഒന്നിനാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുക. രാത്രി അവിടെ ചേർത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ പകലാണെന്നാണ്. 2 അർത്ഥമുണ്ട് ദിവസത്തിന്. മൊത്തത്തിലുള്ള അർത്ഥമുണ്ട് 24 മണിക്കൂർ എന്നർത്ഥം. രാത്രിക്കുണ്ട് ദിവസം. പകലിനാണ് ദിവസം എന്ന് പറയുക. അപ്പോൾ രാത്രി ദിവസങ്ങൾ ഉണ്ടാകുന്നത് ഭഗവാൻ കണ്ണടയ്ക്കുമ്പോഴും, അടയ്ക്കുന്ന സമയത്ത് രാത്രി, തുറക്കുന്ന സമയത്ത് പകൽ. ഇതാണ് പക്ഷ്മാണി, കൺപോളകൾ. സവിതാച നേത്രേ. നേത്രേ എന്ന് പറഞ്ഞാൽ കൺഗോളങ്ങൾ. പോളയല്ലാത്ത കൺഗോളങ്ങൾ. സവിത എന്ന് പറഞ്ഞാൽ സുരഭി വാക്കുകളൊക്കെ ഇങ്ങനെ കുറിച്ചിട്ടാലാണ് നമുക്ക് വാക്കിനെ കുറിച്ച് വൊക്കാബുലറി ഉണ്ടാവുള്ളൂ. ഏത് ഭാഷയിലും വൊക്കാബുലറി വളരെ പ്രധാനമാണ്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ അർത്ഥം പഠിക്കുക എന്നാണ്. അത് പറഞ്ഞാലാണ് ഭാഷയിലൊരു പുരോഗതി ഉണ്ടാവുള്ളൂ. പിന്നെ ആ വാക്ക് കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെയാണ് അതിലേക്ക് ബന്ധപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എഴുതി വെക്കേണ്ടത് ആവശ്യമാണ്. പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് വൃത്തികേടാക്കണ്ട. കാരണം ഒക്കെ പാരായണം ചെയ്യേണ്ടതിന് വേറെ ഒന്നും എഴുതാൻ പാടില്ല. ഇനിയുണ്ട്,
അത് ഗ്രന്ഥങ്ങളാണ്, ഈശ്വരൻ്റെ ശരീരം. അതിൽ കുത്തിക്കുറുക്കി പാടുമോ? അതിനൊരു നോട്ടോ ബുക്കോ എന്തെങ്കിലും വെച്ചുകൊണ്ട് ശ്ലോകം 4 എന്ന് എഴുതി പഠിക്കുമ്പോൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് പഠിക്കും. അത് കുറേ വായിക്കുന്നതിന് പകരം ഒരു എഴുത്തെന്നാണ് പറയുക. ആ എഴുത്തോണ്ട് കൂടി തന്നെ അത് പഠിക്കും. അതിന് പഠിക്കൊന്നും വേണ്ട, കുട്ടികൾ പഠിക്കണം, എഴുതി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ പക്ഷമാണി കൺപോളകൾ, രാത്രി ദിവസങ്ങളാണ് കൺപോളകൾ അടയ്ക്കും തുറക്കും ചെയ്താൽ രാത്രി തന്നെ, ദിവസവും പാക്കാലാണ് അവിടെ അർത്ഥം. ദിവസവും എന്ന് പറഞ്ഞാൽ പാക്കാലാണ്, രാത്രി ദിവസവും രാപ്പകലുകൾ. നേത്രേ കണ്ണുകളോ, സവിത സൂര്യനാണ്, ഭഗവാന്റെ കണ്ണ് സൂര്യനാണ്. അപ്പം 5 കാര്യങ്ങൾ പറഞ്ഞു. ബ്രഹ്മരന്ധ്രം തലയുടെ മുൾഭാഗത്തെ ദ്വാരം, ഛന്ദാംസി വേദങ്ങൾ, കേശപാശങ്ങൾ തലമുടി, മേഘങ്ങൾ, പുരികങ്ങൾ ചില്ലിയുകളം പുരികങ്ങൾ, ബ്രഹ്മലോകം ഗൃഹിണസ്യഗേഹം ബ്രഹ്മാവിൻ്റെ ലോകം, പക്ഷ്മാണി കൺപോളകൾ ദിവസരാത്രങ്ങൾ പകലും രാവും, നേത്രേ കണ്ണുകളാവട്ടെ സൂര്യനും ആകുന്നു. ആണ് 2 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത്. കഴുത്ത് മഹർലോകം ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പോയി. മുഖം ആണ് ജനർലോകം, തപോലോകം നെറ്റിയാണ്, അതേപോലെ സത്യലോകമാണ് ശിരസ് അല്ലെങ്കിൽ തല. പിന്നെ ഏവൻ ജഗന്മേതനോ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഇന്ന് സ്തുതിച്ചു. പിന്നെ 5 കാര്യം അടുത്ത ശ്ലോകത്തിൽ. ബ്രഹ്മരന്ധ്രം ആണ് വേദങ്ങൾ, തലമുടിയാണ് മേഘങ്ങൾ, പുരികങ്ങളാണ് ബ്രഹ്മലോകം, കൺപോളകളാണ് ദിനരാത്രങ്ങൾ, കണ്ണാണ് സൂര്യൻ. ഗ്രീവ മകസ്തവ മുഖഞ്ച ജനർത്തപർത്തു, അവിടെ മുഖഞ്ച ജനഹ എന്നുള്ളടത്ത് കഴിഞ്ഞു. തപസ്തു ബാലം, തപോലോകം ബാലമാണ് നെറ്റിത്തടം. ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതേരപ്പന്നെ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. അതൊരു സ്തുതിയാണ്, 2 വരി, ഒന്നും പറഞ്ഞിട്ടില്ല വിശേഷണം. തത് ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദാംസി കേശവ ഖനാസ്തവ കേശപാശ തലമുടി മേഘങ്ങൾ, ഉല്ലാതി ചില്ലിയുകളം ത്രിഗണസ്യഗേഹം പുരികക്കുടിയാവട്ടെ ബ്രഹ്മലോകം, പക്ഷ്മാണി രാത്രി ദിവസവും കൺപോളകൾ ദിനരാത്രങ്ങൾ, സവിതാച്ച നേത്രേ അങ്ങയുടെ കണ്ണാണ് സൂര്യൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.